സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും 22-ന് നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി നടത്തിവന്ന കിഴക്കൻ മേഖലാ ജാഥ കട്ടപ്പനയിൽ സമാപിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗം VR ശശി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R രമേശ് ക്യാപ്റ്റനും AKSTU ജില്ലാ സെക്രട്ടറി T ഈശ്വരൻ വൈസ് ക്യാപ്റ്റനും ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാകേഷ് മാനേജരുമായിട്ടുള്ള ജാഥയാണ് കട്ടപ്പനയിൽ എത്തിയത്. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത്. CPI ജില്ലാ കൗൺസിൽ അംഗം VR ശശി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും നിശ്ചലമാക്കിക്കൊണ്ട് അതിനെ തടയുവാൻ വരുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം, അതിനെ തള്ളിപ്പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം. ഇവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാരായി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് അവർ ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, കേരളത്തിലെ ഫോഴ്സിൽ പെടുന്ന പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും എക്സൈസിന്റെയും ബഹുമാനപ്പെട്ട ജുഡീഷ്യറി അടക്കമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരടക്കം 6 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെ ഈ പെൻഷൻ സംവിധാനത്തെ കാത്തുസൂക്ഷിക്കുവാൻ പങ്കാളിത്ത പെൻഷൻ പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കണം. നേരത്തെ ഉണ്ടായിരുന്ന അത് ആ സ്റ്റാറ്റസ് കോ കേരളത്തിൽ തുടർന്നതിനാവശ്യമായ നയസമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മുദ്രാവാക്യത്തിന് പിന്നിൽ കേരളത്തിലെ ജീവനക്കാരെല്ലാം ഉണ്ട്. PCJN അധ്യക്ഷനായിരുന്നു. മനോജ് ജോസഫ്, PT ഉണ്ണി, S സുകുമാരൻ, VK ജിൻസൺ, AK സുഭാഷ്, A കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു.